കാവ്യാത്മകമായിട്ടോ അല്ലെങ്കിൽ സാഹിത്യാത്മകമായിട്ടുള്ള ലിറിക്സിനൊക്കെ നെഞ്ചേറ്റിരുന്ന ഒരു സെറ്റ് ഓഫ് ജനറേഷൻ ഉണ്ടായിരുന്നവരെല്ലാവരെ കൊണ്ടും നിൻ സ്നേഹത്തിൽ കോപം കാണും എന്നുള്ള വരിയൊക്കെ പാടിക്കുകയാണ്. ഇങ്ങനത്തെ വരികൾ ഇട്ടാൽ ഇവിടെ വർക്കാണ്. അതെനിക്ക് തോന്നുന്നു അതും സാറിന്റെ ഒരു ഐഡിയ ആണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ നിൻ സ്നേഹത്തിൻ കോപം കാണും അല്ലെങ്കിൽ ഫീൽ മൈ ലവ് എന്നുള്ള ആ വാക്കുകളൊക്കെ അന്ന് എല്ലാവരും പാടി നടക്കുകയാണ്. ഈ വരികളുടെ പിന്നിലത്തെ ഐഡിയ എങ്ങനെയാ വന്നത്? വരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാനൊരു സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ആളാണ്. അപ്പോൾ സിനിമയുടെ അതിയായ ഒരു ഭ്രമം ഉണ്ടായിരുന്നു. ഓക്കെ, സിനിമ എന്ന് പറയുന്നത് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ, ഞാനൊക്കെ മെഡ്രാസിൽ 87 കടന്ന ഒരാളാണ്. അപ്പം ദിവസവും 3-4 സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ സിനിമ കാണുകയും സിനിമയെ മാത്രം സംസാരിക്കുകയും സിനിമയിലൂടെ വളർന്നു വരാൻ ശ്രമിച്ച ഒരാളാണ്. പിന്നെ യാർച്ചികമായിട്ട് ബിസിനസ് തുടങ്ങിയപ്പോൾ ബിസിനസ് കയറി ഫ്ലറിഷായതിൻ്റെ പേരിലാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞത്. അപ്പോൾ ആ സമയങ്ങളിലുള്ള സിനിമയോടുള്ള ഭ്രാന്തെന്ന് പറയണത് വാക്കുകളിലും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ടാക്കണമെന്ന് ഫസ്റ്റ് പ്രയോറിറ്റി സിനിമയാണ്. 100%. ഇപ്പോഴും അത് തന്നെയാണ് ലൈഫ്. ഇപ്പോഴും എനിക്കറിയില്ല എവിടം വരെ ഞാൻ എത്തുമെന്ന്, ബട്ട് ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് സിനിമയിലൂടെ തന്നെയാണ്. ഊണിലും ഉറക്കത്തിലും ഇപ്പോഴും എൻ്റെ സറൗണ്ട് സർക്കിൾ മൊത്തം സിനിമ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും സിനിമയെ ഭ്രാന്തമായിട്ട് പ്രണയിക്കുന്നവരുമാണ്.